താങ്കൾ ഒരു IT മന്ത്രിയായിരുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ഒത്തിരിയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ പല രീതിയിലുണ്ടാവുന്നു. സോ ഇന്ത്യയിൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഈ ഒരു മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ഇത് കുറേ കാലമായിട്ട് പറഞ്ഞ നമ്മൾ അടുത്ത 5-6 കൊല്ലം ലോകത്തിൽ വരാൻ പോകുന്ന മാറ്റം നമ്മൾ ഇപ്പോഴും നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും എത്ര പെട്ടെന്ന് നമ്മുടെ അതൊരു ഭയങ്കര ഡിസ്റപ്ഷനാവും. ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് അല്ല. ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാറ്റം വരും. നമ്മൾ ഈ കൺവെൻഷണൽ ഐഡിയ ഓഫ് ബിസിനസ്, കൺവെൻഷണൽ ഐഡിയ ഓഫ് ദി ഇക്കോണമി, ഇതിലെല്ലാം വലിയ മാറ്റം വരാൻ പോകുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, നമ്മളെല്ലാം ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തയ്യാറാണോ ഈ AI ഏജിൽ കമ്പീറ്റ് ചെയ്യാനും സക്സീഡ് ചെയ്യാൻ തയ്യാറാണോ? അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ കിട്ടുന്ന വിദ്യാഭ്യാസവും ആ സിസ്റ്റം ആഡിക്വറ്റ് ആണോ? ഈ ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ മൗനം പാലിച്ച് 3 കൊല്ലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് റിപ്പ് ആൻഡ് വിങ്കിൾ പോലെ ഒരു സ്ലീപ്പിൽ നിന്ന് ഉറക്കത്തുനിന്ന് എണീറ്റാൽ ഒന്നും നടക്കില്ല. നമ്മുടെ കുട്ടികളെല്ലാം ഭയങ്കര ഡിസഡ്വാൻറ്റേജിലാവും. അപ്പോൾ വരാൻ പോകുന്ന കാലം നമ്മളൊരു ബിസിനസ് മാൻ ആണോ, വ്യവസായിയാണോ, ഓൺട്രപ്രണർ ആണോ, സ്റ്റുഡൻ്റ് ആണോ, പ്രൊഫസറാണോ, ടീച്ചറാണോ, ഗവൺമെൻറ്റിലാണോ, വരാൻ പോകുന്ന മാറ്റം ഭയങ്കര ചാലഞ്ചിങ് മാറ്റമാണ്. അതിൽ സ്കിൽ അപ്ഗ്രേഡും, അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റവും, അതിൽ ബിസിനസ് സ്ട്രാറ്റജീസിൽ മാറ്റവും, ഇതെല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. യങ് എൻ്റർപ്രണേഴ്സിന് താങ്കൾ ഒരു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? നോക്കൂ, ഞാൻ എപ്പോഴും ഞാൻ മന്ത്രിയാകുമ്പോൾ പറഞ്ഞ ഏറ്റവും നല്ല കാലം ഒരു ഓൺട്രപ്രണർ ആവാൻ ഇന്നാണ്. ഓക്കെ. കാരണം ഇറ്റ് ഈസ് നെവർ ബീൻ ഈസിയർ ടു ബി എൻ ഓൺട്രപ്രണർ. ഓക്കെ. അതേസമയം ബിക്കോസ് ഇറ്റ് ഈസ് നെവർ ബീൻ ഈസിയർ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ്. അപ്പോൾ ഇന്ന് സക്സസ്ഫുൾ ആവാൻ നിങ്ങൾ ടോപ്പ് ഓഫ് ദ ഗെയിം ആയിരിക്കണം. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഗ്രിറ്റും ഡിറ്റർമിനേഷനും കാഴ്ചപ്പാടും ഇതെല്ലാം യു ഹാവ് ടു ബി വെരി സ്മാർട്ട് ടു ബി സക്സസ്ഫുൾ. പണ്ട് കാലത്ത് എൻ്റെ സമയത്തെല്ലാം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഇത്ര റെയറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഓക്കെ സ്ട്രഗിൾ ചെയ്യണം, ചെയ്യേണ്ടി വരും, അതെല്ലാം ഓക്കെ. പക്ഷേ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല. ബാരിയർ ടു എൻറ്റർ ആൻഡ് ബിക്കം എ ഓൺട്രപ്രണർഷിപ്പ്, കാശ് നോ ഇഷ്യൂ. പണ്ട് കാലത്തെല്ലാം കാശില്ല, ഐഡിയ ഉണ്ടെങ്കിൽ കാശില്ല, അത് ആരെങ്കിലും കാല് പിടിക്കണം, ബാങ്ക് പോകണം, ഒരു പൊളിറ്റീഷ്യന് അറിയില്ലെങ്കിൽ ലോൺ കിട്ടില്ല. അതൊന്നുമല്ല ഇന്നൊരു ചെറുപ്പക്കാരി ഒരു യങ് ഓൺട്രപ്രണർ ആണെങ്കിൽ കാശ് ഇഷ്യൂ അല്ല, ക്രെഡിറ്റ് ഇഷ്യൂ അല്ല, സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ ഇഷ്യൂ അല്ല. പക്ഷെ സക്സീഡ് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് സ്കിൽസും ഒരു ടെമ്പറമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ കേരളത്തിലിപ്പോൾ അതാണ് ഏറ്റവും എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ ഒരു ഡ്രീമാണ് കേരളത്തിനെ ഒരു വൈബ്രൻറ്റ് ലാൻഡ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആക്കി മാറ്റാൻ. അത് ഫാർമിംഗ്, ഫിഷിംഗ്, അത് ടെക്നോളജി മേഖലയിൽ മാത്രമല്ല, വി ക്യാൻ ഡു ഓൺട്രപ്രണർഷിപ്പ് എനിവെയർ. അതാണ് നമ്മളെല്ലാവരും നോക്കൂ. പോളിറ്റിക്സൊക്കെ ഓക്കെ, രാഷ്ട്രീയം ചെയ്യണം, അതെല്ലാം ഓക്കെ. പക്ഷേ അതിലൊരു കൺസെൻസസ് നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ടത് നമ്മളെ കുട്ടികളെക്കുറിച്ച് ചർച്ച മനസ്സിലായി ഒരു പ്രധാനപ്പെട്ട ചർച്ചയാക്കി മാറ്റണം. നമ്മൾ ഈ ഇലക്ഷൻ സമയത്തും ഇലക്ഷൻ കഴിഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ വി വിൽ ബി ഫോഴ്സിങ് നമ്മൾ ചിൽഡ്രൻ വിൽ ഹാവ് ടു ഗോ ഔട്ട് ടു സക്സീഡ്. ആൻഡ് ചിൽഡ്രൻ പോയാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആസെറ്റ് നമ്മൾ ലൂസ് ചെയ്യും.